നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFIO അന്വേഷണത്തിനെതിരായ KSIDC ഹർജി പരിഗണിച്ച് ഹൈക്കോടതി. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടിയിരുന്നതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. CMRL പിന്നെ എന്തിനാണ് KSIDCയുടെ നോമിനി എന്നും കോടതി ആരാഞ്ഞു. നിങ്ങളുടെ നോമിനിക്ക് കമ്പനി നടന്നത് എന്തെന്ന് അറിയില്ലെന്ന് പറഞ്ഞത് ലോജിക്കൽ അല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തൽക്കാലം KSIDCക്കെതിരായ അന്വേഷണം മാറ്റിവെക്കണമെന്നും ആവശ്യമെങ്കിൽ പിന്നീട് അന്വേഷിക്കാമല്ലോ എന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. വ്യക്തമായ തെളിവുകൾ കിട്ടിയതിനു ശേഷം മാത്രമേ അന്വേഷിക്കാവൂ എന്നും KSIDC ആവശ്യപ്പെട്ടു. ഹർജിയിൽ തന്നെ കക്ഷി ചേർക്കണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. എക്സാലോജിക് ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയെന്നും ഷോണിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചു. ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി 12ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനിടെ കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട് CMRL കമ്പനിക്കായും അവർ പ്രൊമോട്ട് ചെയ്യുന്ന KRMEL കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL കമ്പനിയിൽ നിന്ന് 100 കോടിയോളം രൂപ കൈപ്പറ്റിയെന്ന ആരോപണമായി മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തി. മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്ന് കുഴൽനാടൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയ അഴിമതി താരതമ്യേന ചെറുതാണ്. സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയനിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു. ഈ വിഷയത്തിൽ മന്ത്രിമാരായ P. രാജീവിനെയും MP രാജേഷിനെയും കുഴൽനാടൻ സംവാദത്തിന് വെല്ലുവിളിച്ചു. CMRLനും KRMELനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ കുഴൽനാടൻ പുറത്തുവിട്ടു. റവന്യൂ വകുപ്പിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ CMRLനായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് ആരോപണം. നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് എക്സാലോജിക് കമ്പനി CMRLൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കുഴൽനാടൻ ഈ ആരോപണങ്ങൾ ഉയർത്തിയത്. ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ KREML കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന് ആരോപിക്കുന്ന CMRL പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് KREML. അവർ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ 51 ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നാണ് കുഴൽനാടൻ ആരോപിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ KREML കമ്പനി 60 ഏക്കർ 20 വർഷമായി കൈവശം വെച്ചിരിക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. ഭൂമിക്ക് ഇളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതി പരിശോധിക്കണം. പൊതു താൽപര്യം മുൻനിർത്തി മാത്രമേ ഇളവ് നൽകാനാവൂ. ഭൂമിക്ക് ഇളവ് നൽകാൻ ജില്ലാ സമിതി ശുപാർശ ചെയ്തതിനാൽ 2021 റവന്യൂ വകുപ്പ് കമ്പനിയുടെ അപേക്ഷ തള്ളി. 2 തവണ കൂടെ കമ്പനി തീരുമാനം പുനഃപരിശോധിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും തള്ളി. കമ്പനി പിന്നീട് മുഖ്യമന്ത്രി അപേക്ഷ നൽകി. ആദ്യം മിനറൽ കോംപ്ലക്സ് തുടങ്ങാനാണ് CMRL പദ്ധതി സമർപ്പിച്ചതെങ്കിൽ പിന്നീട് ടൂറിസം, സോളാർ പദ്ധതികൾക്കായാണ് മുഖ്യമന്ത്രി അപേക്ഷ നൽകിയത്. ആലപ്പുഴ ജില്ലയിലെ ഭൂമിയിൽ KRMEL കമ്പനിക്ക് പദ്ധതി തുടങ്ങാനായി മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി. സ്വന്തം വകുപ്പ് അല്ലാതിരുന്നിട്ടും ഭൂമി ഇളവ് നൽകാൻ യോഗം വിളിച്ചു. നിയമങ്ങളിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ചു. മുഖ്യമന്ത്രി ഇടപെട്ടു തുടങ്ങിയ ശേഷം കമ്പനി വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകിയതായി മാത്യു കുഴൽനാടൻ പറഞ്ഞു. പുതിയ ജില്ലാ സമിതി പരിശോധിച്ച ശേഷം 2022 ജൂണിൽ അപേക്ഷയ്ക്ക് അനുമതി നൽകി. ഭൂമിക്ക് ഇളവ് നൽകിയാൽ ഹെക്ടറിന് 20 പേർക്കാണ് നിയമപ്രകാരം തൊഴിൽ നൽകേണ്ടത്. 1000 പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട സ്ഥാനത്ത് കമ്പനി പറഞ്ഞത് 100 പേർക്ക് തൊഴിൽ ലഭ്യമാകുമെന്നാണ്. മുഖ്യമന്ത്രി നിയമത്തെ മറികടന്ന് കമ്പനിക്കായി ഇടപെടൽ നടത്തിയെങ്കിലും കേസ് ഉള്ളതിനാൽ ഭൂമി അനുവദിക്കാൻ കഴിയില്ലെന്ന് റവന്യൂ വകുപ്പ് നിലപാടെടുത്തു. കമ്പനിക്ക് ഇതിനെതിരെ കോടതിയിൽ പോകാമെന്നും ജില്ലാ സമിതി ശുപാർശ ചെയ്തതിൽ ഭൂമി കൊടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.